കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ. വേറെ ഒന്നുമല്ല, യോഗർട്ട് പുഡിംഗ്. അതായത് നമ്മുടെ തൈര് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി പുഡിംഗ്. വളരെ ടേസ്റ്റിയാണ് ഈ പുഡിങ്ങിന്. തൈരിന്റെ പുളിപ്പും അതുപോലെ പഞ്ചസാരയുടെ മധുരമൊക്കെ ചേർന്ന വളരെ വെറൈറ്റി ആയ ഒരു പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞ ഐറ്റം തൈര് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് 1/2 കപ്പാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ആണ്. ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ളത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ആണ്. ഇത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കട്ടോ. ഇനി തൈരും മിൽക്ക് മെയ്ഡും കൂടെ നല്ല ഫൈനായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പാലാണ്. ഇത് ഞാൻ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അതായിരിക്കും ബെസ്റ്റ്. ഇനി തിളപ്പിക്കാത്ത പാലും യൂസ് ചെയ്യാം. ഒന്നും കൂടെ ഹെൽത്തിന് നല്ലത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്ന പാലല്ലേ, അതുകൊണ്ട് ഞാൻ അത് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്. ഇതിന്റെ പകരം നിങ്ങൾക്ക് ഏലക്കായ പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതും കൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിൽ അല്പം ഓയിൽ ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിന്റെ മിക്സ് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോ ഇത് ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. ഒരു പാനിൽ കുറച്ച് വെള്ളവും പിന്നെ ഒരു തട്ടും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ആവിയിലാണ് ഞാൻ വേവിക്കുന്നത്. ഇതിനെ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇതേ തന്നെ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലും അതുപോലെ കുക്കറിന്റെ അകത്തൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇത് ഞാൻ 20 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ചൂട് പോയതിനു ശേഷം നമുക്ക് ഈ പുഡിങ്ങിനെ ട്രേയിന്റെ അകത്തുനിന്നും റിമൂവ് ചെയ്യാം. പതുക്കെ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പതാ പുഡിങ് നല്ല പോലെ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പതാ നമ്മുടെ കിഡിലൻ യോഗർട്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്